ഞാൻ ആദ്യം ഞാൻ നോമിനേറ്റ് ചെയ്ത ആൾ ജിൻഡോയാണ്. ജിൻഡോ വഴിതെറ്റി വന്ന ഒരാളിനെ പോലെയാണ് എനിക്ക് അവിടെ തോന്നിയത്. പപ്പപ്പാട്ട് പരക്കം പായുന്ന ഒരാൾ, എന്തൊക്കെയോ നിഗൂഢതകൾ ജിൻഡോ കപ്പടിച്ചതിന്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നു. റിയലി ഡിസപ്പോയിന്റഡ്. പല അവിടെ കോൺട്രവേഴ്സി ഉണ്ടാക്കി ഈ ഷോയ, അതായത് റോക്കി പോയതിനു ശേഷം ഈ ഷോ കൊണ്ടുപോയത് ഒരേ ഒരാളുണ്ടെങ്കിൽ അത് ജാസ്മിൻ മാത്രമാണ്. അനു ജോസഫ് എന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റി ആ വീട് തന്നെ ഹോം ടൂർ കാണിച്ചിട്ടുണ്ടല്ലോ. അവര് പുള്ളിക്കാരിയുടെ പേര് പറയേണ്ട കാര്യമില്ല. ശരി, ഓക്കെ. പക്ഷെ ഞാൻ നമ്മൾ അങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ കേട്ടാ. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് കൊണ്ടിടോ, ഭയങ്കര കഷ്ടപ്പെട്ട് എന്തോ പറയാൻ. എന്റെ കഷ്ടപ്പാട് ഞാൻ ആദ്യം വിചാരിച്ചത് ശരി ഒരു ഇൻസ്പിറേഷൻ പറയാം, അത് കഴിഞ്ഞിട്ട് കഷ്ടപ്പാട് പറയാം. അനുവാദമില്ലാതെ ഒരാളുടെ ശരീരത്തെ സ്പർശിക്കാൻ ഒരാൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞാൽ തല്ലുവോ? നിങ്ങൾക്ക് പരാതി കൊടുക്കാം, ബിഗ് ബോസിന് നിങ്ങൾക്ക് പരാതി ചെയ്യാം. ബിഗ് ബോസിൽ എവിടെ പരാതി ചെയ്യാം? അതിന് ഉത്തരം ഞാൻ പറയട്ടെ. പറയൂ, എന്താ? ഇതാണ് അവിടെ. ഇത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. എന്റെ വാല്യൂ, അതായത് ഞാൻ 6 വർഷം കാത്തിരുന്ന ഷോയിൽ പോയതാണ്. ഓക്കെ, ഞാൻ അവസാനത്തെ 6 മാസം 100% ഡെഡിക്കേഷനിലാണ് ഞാൻ ആ ഷോയിൽ നിന്നത്. ഓക്കെ, ജിൻഡോ ഇപ്പൊ എനിക്കറിയാം, ജിൻഡോ ഫാൻസ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ. ജിൻഡോ ഫാൻസ് വന്നിട്ട് ഇപ്പോഴേ എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ പൊങ്കാലയ്ക്ക് കൈ കണക്കില്ല അത്രയ്ക്ക്. ഈ ഗെയിം പ്ലാൻ എന്ത് തന്നെ ആയിരുന്നാലും അവസാനം ബിഗ് ബോസിന്റേതായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വരുമ്പോൾ പല ഗെയിം പ്ലാനുകളും അവിടെ മാറിപ്പോകും. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിയൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. യു ആർ വാച്ചിങ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് ഹോട്ട് സീറ്റ് പവർഡ് ബൈ ഹാർവിയോറ. ഇന്ന് നമ്മളോടൊപ്പം റോക്കിയാണ്. നമ്മളോടൊപ്പം ഇന്ന് 2 ചലഞ്ചേഴ്സ് കൂടുണ്ട്, RJ കിരൺ ആൻഡ് വൃന്ദ. എന്തൊക്കെയാണ് റോക്കി കേൾക്കുന്നത്? എന്താണ്? അതായത് ബിഗ് ബോസ് സീസൺ 6 മുമ്പ് വരെ റോക്കിയെ ആർക്കും അറിയില്ലായിരുന്നു. ആർക്കും അറിയില്ല. പക്ഷെ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങി, അത് ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഫിനാലെ കഴിഞ്ഞു, കപ്പൊക്കെ അടിച്ചു. എന്നിട്ടും റോക്കി എന്ന വ്യക്തി അല്ലെങ്കിൽ റോക്കി എന്ന മനുഷ്യൻ ഇങ്ങനെയാണ്, മൊത്തം വിവാദത്തിലാണല്ലോ എല്ലായ്പ്പോഴും. അതെ, അതിനിപ്പോൾ ഞാൻ എന്ത് പറയാൻ വേണ്ടിയിട്ട്, ഞാനിപ്പം ഈ ബിഗ് ബോസ് സീസൺ 6 നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 16 എപ്പിസോഡ് ഞാൻ ഉണ്ടായിരുന്നു തോന്നുന്നു. 16 17 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അതിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് എപ്പിസോഡ് മുതൽ ലാസ്റ്റ് ഞാൻ ഉണ്ടായിരുന്ന അവസാനത്തെ എപ്പിസോഡ് വരെയും ഞാൻ അതിൽ എത്രത്തോളം ഞാൻ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഷോയെ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഞാൻ കണ്ടത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലി അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്ത ഒരു കാര്യം ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, പ്രതീക്ഷിക്കാതെ വരുന്ന സംഭവമാണല്ലോ ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആക്സിഡൻറ്റിൻ്റെ ഈ ബിഗ് ബോസിൻ്റെ യാത്രയിൽ ആ ഒരു ജേണിയിൽ പറ്റിപ്പോയി. ഓക്കെ, അങ്ങനെ പറ്റിയിട്ടാണ് എനിക്ക് ആ ജേണി അവിടെ വെച്ച് അവസാനിക്കേണ്ടി വന്നത്. പക്ഷേ ഉറപ്പായിട്ട് ഞാനൊരു കാര്യം പറയാം, ഇപ്പം നമ്മൾക്ക് ഈ ബിഗ് ബോസിൻ്റെ ഇപ്പം ഈ സീസൺ 6 കപ്പ് വിൻ ചെയ്ത ജിൻഡോ, അതുപോലെ തന്നെ സെക്കൻഡായിട്ടുള്ള അർജുൻ, തേർഡായിട്ടുള്ള ജാസ്മിൻ, അപ്പം ഇവരെയൊക്കെ എനിക്ക് നേരിട്ട് അതിനകത്ത് കണ്ടിട്ടുള്ള ഒരാളാണ്. ഈവൻ ഞാൻ നേരിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിച്ച ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് കോർ ആയിട്ടുള്ള രീതിയിൽ തന്നെ സംവാദത്തിൽ ഏർപ്പെട്ട ആൾക്കാരും അതിലുണ്ട്. അപ്പം ദ എൻഡ് ഓഫ് ദി ഡേ ജിൻഡോ കപ്പ് നേടി, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെയായി. പക്ഷേങ്കിൽ എനിക്കിപ്പോഴും ഒരു ഡൗട്ട് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ബിഗ് ബോസ്? അതാണ് റോക്കിയുടെ ഡൗട്ട്. എന്താണ് ബിഗ് ബോസ് എന്താന്ന് അല്ലേ? പക്ഷെ എനിക്ക് തിരിച്ചാണ് പറയാനുള്ളത്, എന്താണ് റോക്കി? റോക്കി ഒരു എന്താണ്, ഒന്ന് ഞാൻ നേരിട്ട് പറയുന്നോന്ന് തോന്നരുത്, കാരണം റോക്കി ഒരു സൈക്കോ ആണോ, ഒരു എന്താ പറയുക, ആൾക്കാരെ ഉപദ്രവിക്കുന്ന ഒരാളാണോ, പെട്ടെന്ന് പ്രൊവോക്കിംഗ് മാൻ ആണോ, എന്താണ്? ആൾക്കാർ മൊത്തത്തിലൊരു തരം നമ്മൾ എന്താ പറയുക, ഒരു ദുഷ്പേര്, അതാണോ റോക്കിക്ക് ഇഷ്ടം? അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? ഇപ്പൊ റോക്കി ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ കയറുമ്പോൾ എനിക്കൊരു എല്ലാവരുമായിട്ട് സൗഹൃദം കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു പ്ലേ. പക്ഷേ ഓരോ ദിവസവും റോക്കിയുടെ കളി കാണുമ്പോൾ, അവിടുത്തെ കളി കാണുമ്പോൾ ഒരിക്കലും തോന്നിയിട്ടില്ല റോക്കി ഒരിക്കലും അവിടെ ഒരു എന്താ പറയുക കളിക്കുകയാണ്, മറിച്ച് ഓരോരുത്തരുടെ മൂക്കിൻ തുമ്പത്തിൽ നിന്നാണ് വാടാ, തല്ലടാ, വിളിക്കടാ എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബിഹേവിയർ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ? പറഞ്ഞുതരാം.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബിഗ് ബോസിൽ അവരുടേതായിട്ടുള്ള ഗെയിം പ്ലാനിങ് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അതിൽ പല രീതിയിലാണ് ആൾക്കാരുടെ ഗെയിം പ്ലാൻ. ഈ ഗെയിം പ്ലാൻ എന്ത് തന്നെ ആയിരുന്നാലും അവസാനം ബിഗ് ബോസിൻ്റെതായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വരുമ്പോൾ പല ഗെയിം പ്ലാനുകളും അവിടെ മാറിപ്പോവും. അതാണൊന്ന്. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുതിയൊരാളാണ് അവിടെ. സോ ഇത്രയും കണ്ടസ്റ്റന്റ് ആദ്യം എനിക്ക് തോന്നുന്നത് 18-19 കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ. ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആ ഒരു ടാസ്ക് എന്നുള്ള ആ സംഭവത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ശക്തി എന്താണെന്ന് അറിയണം, മനസ്സിലായോ? അപ്പം ഞാനൊരു ചാർജ് ചെയ്തിട്ടുള്ളൊരു ഗെയിമാണ് അവിടെ കളിച്ചത്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ ആരാണ് എത്രത്തോളം അതിൽ ഡിഫെൻഡ് ചെയ്യും, ഓരോരുത്തരുടെ കപ്പാസിറ്റി എത്രയുണ്ട്, എത്രത്തോളം ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ നമുക്ക് ഒരിക്കലും ഒരു സൈഡിൽ ചെന്നിരുന്നിട്ട് പതിയെ നീ അങ്ങനെ ചെയ്യല്ലേടാ, നീ അത് പറയല്ലേടാ എന്ന് പറഞ്ഞാലൊന്നും അവിടെ ആരും കേൾക്കത്തില്ല. അവിടെ വരുന്ന ഓരോ ഇൻഡിവിജ്വൽസും ഒരു രീതിയിൽ ഇപ്പം നമുക്ക് പറയാൻ വേണമെങ്കിൽ ഒരു ആൽഫ കാറ്റഗറി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സിഗ്മ കാറ്റഗറി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഡെൽറ്റ കാറ്റഗറി എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള പല ടൈപ്പ് കാറ്റഗറി പീപ്പിൾസ് ആണ് അതിൽ വരുന്നത്. അതിൽ തന്നെ ഒരുപാട് ആൽഫ പീപ്പിൾസ് ഉണ്ട്. അപ്പം നമുക്ക് അവരെടുത്ത് ചാർജ് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നല്ല രീതിയിൽ വിയർപ്പൊഴിക്കേണ്ടി വരും. അത് മാത്രമല്ല നമ്മൾ ഇറങ്ങി കളിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ സൈഡിൽ നിന്ന് കൈയടിക്കുന്ന ആൾക്കാരുണ്ട്, കണ്ടു നിൽക്കുന്ന ആൾക്കാരുണ്ട്, അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അപകടം എന്നുള്ളത് ഇറങ്ങി കളിക്കുന്ന ആൾക്കാരാണ്, അല്ലെ? ഇപ്പം ഞാൻ താങ്കളുടെ അടുത്ത് ഒരു പെട്ടെന്ന് താങ്കൾ ഞാനുമായിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഷൗട്ടിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു തഗ്ഗടിച്ച് താങ്കൾ എന്നെ തീർക്കാൻ പറ്റും താങ്കൾക്ക്. ഒരു തഗ്ഗിലൂടെ ഞാൻ അത്രയും അഗ്രഷൻ കാണിച്ചത് അല്ലെങ്കിൽ അത്രയും ഇതും ചെറിയൊരു തഗ്ഗടിച്ചാൽ പോലും ഞാൻ അവിടെ വീണു പോകും. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്കൊരു ഫേമസ് ആയിട്ടൊരു ഡയലോഗ് ഞാൻ പറയാം. സ്വന്തം നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് തോന്നിയാൽ ജനിപ്പിച്ച തന്തയാണെങ്കിലും സ്വന്തം രക്തത്തിൽ പിറന്ന അവനാണെങ്കിലും കൊന്നേക്കണം എന്നുള്ളൊരു ഡയലോഗുണ്ട്. നശിപ്പിച്ചേക്കണം, തീർത്ത് കളയുന്നുള്ള ഡയലോഗുണ്ട്. അതൊക്കെ എത്ര ബാലിഷ്യമായിട്ടുള്ള ഡയലോഗുകളാണ്. സ്വന്തം നിലനിൽപ്പിന് തന്നെ നമ്മളെല്ലാവരും നിലനിൽക്കാൻ വേണ്ടിയിട്ട് പൊരുതുന്ന ആൾക്കാരാണ്, അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് ഈ പ്രപഞ്ചം, നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. നമ്മളെ അഗൈൻ അത് ഫൈറ്റ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. അതൊരു ഡയലോഗ് മാത്രമല്ലേ അവർ പറയുന്നുള്ളൂ, അത് പ്രവൃത്തി പദത്തിലേക്ക് വരുന്നില്ലല്ലോ. പക്ഷെ റോക്കിയെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ പറഞ്ഞുതരാം. പ്രവൃത്തി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ്ങില് പിന്നെ സിജോയും പിന്നെ നമ്മുടെ ജിൻഡപ്പനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി. അവിടെ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും വൺ പ്രശ്നം ഉണ്ടായപ്പോൾ അത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഓർ തേർഡ് ഡേ ആണെന്ന് തോന്നുന്നു. സിജോ ഒരു 3-4 പ്രാവശ്യം ജിൻഡോയുടെ ചെസ്റ്റിൽ, ഞാൻ സ്പോട്ടിലുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ വരച്ചു. ഓക്കെ, വരച്ചിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് സിജോ ജിൻഡോ ഇങ്ങനെ എന്തോ പിടിച്ച് മാറ്റം എന്തോ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജിൻഡോ ഫിസിക്കൽ അസോൾട്ടിന് വേണ്ടി കംപ്ലൈൻറ്റ് കൊടുത്തു. കംപ്ലൈൻറ്റ് കൊടുത്തു, ശക്തമായിട്ടുള്ള കംപ്ലൈൻറ്റ് കൊടുത്തു. ഈ കംപ്ലൈൻറ്റ് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ദിവസം ഫുള്ള് 24/7 എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് പുള്ളിക്കാരൻ പുറത്ത് പോയി കിടന്നു തോന്നുന്നു. മോർണിംഗ് ഞാൻ അവിടെ ആദ്യം എഴുക്കുന്ന ആളാണ്, ആദ്യം ഉറങ്ങുന്ന ആൾ ഞാൻ തന്നെ കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്കും ജിൻഡോ അവിടെ നടുത്തറയിൽ കിടക്കുകയാണ്. അപ്പം ജിൻഡോ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ജിൻഡോയുടെ ഒരു കൈ അത്യാവശ്യം നീരടിച്ചിട്ടുണ്ട്, നല്ല നീരായി. അപ്പം ജിൻഡോ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ച് തന്നിട്ട് പറഞ്ഞു, പോയിസനായി റോക്കി നീ നോക്ക് ഇവിടെ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ നഖം കൊണ്ട് മുറിവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2-3 നഖം കൊണ്ട് എൻ്റെ മുറിവുണ്ടായിരുന്നു. എന്നെ അവനെ ഹേർട്ട് ചെയ്തു, ഫിസിക്കലി ഹേർട്ട് ചെയ്തു. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ ഇല്ലാണ്ട് ഞാനിത് അവസാനിപ്പിക്കില്ല റോക്കി എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ ശരീരമാണ് എൻ്റെ സമ്പാദ്യം, അല്ലെങ്കിൽ എൻ്റെ ശരീരമാണ്, ഞാനൊരു ബോഡി ബിൽഡറാണ്. അപ്പം എന്നെ അത്രയ്ക്ക് അപമാനിച്ചില്ല, എൻ്റെ ചെസ്റ്റിൽ ഇങ്ങനെ 4 പ്രാവശ്യമാക്കി എന്നെ അപമാനിച്ചു. അപ്പം ഞാൻ ഇതിന് എനിക്ക് ഒരിക്കലും ഒരു ഇതില്ല. രണ്ടാമത്തെ കാര്യം, പുള്ളിക്കാരൻ എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അതെന്താണ് സംഭവിച്ചത്? ആക്ച്വലി തേച്ചത് ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ മുറിവ് എങ്ങനെയാണ് വന്നത്? മുറിവ് എങ്ങനെയാണ് വന്നത്? തള്ളിയത് കൊണ്ട് വന്നതാണോ? മുറിവ് എങ്ങനെയാ വന്നത്? ഇവിടെ ഒരു നഖം കൊണ്ട് ഒരു 5 ലാലേട്ടൻ അടുത്ത എപ്പിസോഡിൽ ഒന്ന് പറഞ്ഞല്ലോ. അത് വ്യക്തത, അതായത് അവിടെ കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞില്ല അത് ആരാണ് ചെയ്തതെന്ന്. അതിന്റെ പിന്നിൽ ഒരു അടിപൊളി ഒരു പെറോട്ട് നാടകമുണ്ട്, 2 പേര് തമ്മിൽ നടത്തിയ ഒരു ഭയങ്കര സൈക്കോളജിക്കൽ ഒരു ഡ്രാമ ഉണ്ട്. സ്വയം പരിക്കേൽപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, സ്വന്തമായിട്ട് പിടിച്ച് മുറിച്ചിട്ട് പിന്നെ താങ്കളുടെ മേലിൽ ക്ലെയിം ചെയ്തു താങ്കളാണെന്ന്. ഓക്കെ, അപ്പം ആ വ്യക്തിയാണ് സ്വന്തം നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് പറഞ്ഞ വ്യക്തി. ജിൻഡോ ഇപ്പൊ എനിക്കറിയാം, ജിൻഡോ ഫാൻസ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ.
ജിൻഡോ ഫാൻസ് വന്നിട്ട് ഇപ്പോഴേ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ പൊങ്കാലയ്ക്ക് കൈ കണക്കില്ല. അത്രയ്ക്ക് ഞാൻ കമന്റ്സ് ഒന്നും നോക്കാറൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നാൻ ഞാൻ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്, കമന്റ്സ് ഒന്നും നോക്കുന്നില്ല ചെയ്യും. അതല്ലേ ഇപ്പൊ നിങ്ങൾ പ്രോഗ്രാം ചെയ്യത്തില്ലേ, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറയുന്നു. പക്ഷെ അല്ല, നമ്മൾ റീൽസ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ ഈ 16 ദിവസം ഉപയോഗിച്ച കുപ്പി 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുക എന്നൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അത് ഫുള്ളായിട്ട് എന്റെ പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എന്റെ വാല്യൂ, അതായത് ഞാൻ 6 വർഷം കാത്തിരുന്ന ഈ ഷോയിൽ പോയതാണ്. ഓക്കെ, ഞാൻ അവസാനത്തെ 6 മാസം 100% ഡെഡിക്കേഷനിലാണ് ഞാൻ ആ ഷോയിൽ നിന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ 16 ദിവസം അവിടെ നിന്നുള്ളൂ. അവിടെ നിന്ന് എനിക്ക് ആകെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴികാട്ടി എന്നുള്ള ഒരു മൊമെന്റോയും ഈ ഒരു കുപ്പി മാത്രമാണ് ഈ ബോട്ടിൽ. ആ ബോട്ടിൽ അൺഫോർച്ചുനേറ്റ്ലി എങ്ങനെയോ അവർ പാക്ക് ചെയ്തപ്പോൾ അതിനകത്ത് പെട്ടതാണ്. ബാക്കിയുള്ള ആർക്കും ബോട്ടിൽ കൊടുത്തില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ആ ബോട്ടിൽ അതിനകത്ത് പെട്ടു. അപ്പോൾ ആ ബോട്ടിൽ ഞാൻ നെവർ ഗീവ് അപ്പ് എന്നും അതുപോലെ തന്നെ റോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവം, അത് ഹ്യൂമൻ ഫേസ് ഒക്കെ വെച്ച് കുറച്ച് ക്യൂട്ടസ് ഒക്കെ വെച്ച് വരച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് കാണുമ്പോഴത്തേക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ആ ഒരു ബോട്ടിൽ അവിടെ അതിനകത്തുണ്ടായിരുന്നപ്പോൾ. അപ്പോൾ ആ ബോട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ വാല്യൂ, നമ്മൾ ചില കാര്യങ്ങൾ പറയാം. എൻ്റെ അപ്പൻ്റെ കാലം കൂടാ ഞാൻ 10 ലക്ഷം 1 കോടി കൊട്ടിയാലും കൊടുക്കൂല, കാര്യം എൻ്റെ അപ്പൻ്റെ ഓർമ്മയാണത്, അത് ഞാൻ കൊടുക്കത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ പറഞ്ഞത്. 10 ലക്ഷം രൂപ പറഞ്ഞാലും ഞാനത് കൊടുക്കത്തില്ല. ഓക്കെ, നിങ്ങൾ 1 കോടി രൂപ പറഞ്ഞാലും ഞാനിത് തരത്തില്ല. എനിക്ക് അത്ര വാല്യൂ, ഞാനൊരു കമ്പാരിസൺ ചെയ്തതാണ്, മനസ്സിലായോ? ഇതിനെയും അതിനാ ഇപ്പം എന്തുവാ പറയാ, ഫുള്ളായിട്ടൊരു കാര്യം കേൾക്കാണ്ട് ആദ്യം പറഞ്ഞത് കേട്ടിട്ട് അതിനെ മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ റീൽസാക്കി റോക്കി 10 ലക്ഷം രൂപയ്ക്ക്, എനിക്കെന്താ അത്രയ്ക്ക് ബുദ്ധിയില്ലേ? അല്ല, അതാണ് എനിക്കും ജനങ്ങൾക്കും ചോദിക്കാനുള്ളത്. ജനങ്ങൾക്ക് അറിയേണ്ടത് അത് തന്നെയാണ്. റോക്കി എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള ഒരു ഗൈ ആണ്. പക്ഷെ വായിന്ന് വരുന്നത് മുഴുവനും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഈ കുപ്പി വിൽക്കാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞു ഒരു കാര്യം ഒന്ന് ആലോചിക്കാം. എനിക്കും അത്യാവശ്യം ഹാർഡ് കോർ ഫാൻസ് ഒക്കെ ഉണ്ട്, ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക്. അത് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ കാണാനുണ്ട്. സിജോയെ തല്ലിയിട്ട് ആ ഇവിക്ഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് തൊപ്പിയൊക്കെ വെച്ച് തരുന്നു, പൂക്കളുടെ തൊപ്പി, മാലയിടുന്നു. സിജോയെ തല്ലിയിട്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. അതൊരു ആക്ഷന്റെ ഭാഗമായിട്ടുണ്ടായ സിജോന്റെ തല്ലിയ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ അത് ശരിക്കും സിജോ പ്രൊവോക്ക് ചെയ്തോണ്ട് കൂടിയിട്ടാണ്. അതിൽ ഞാൻ ഇപ്പൊ റോക്കിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരാളെ അങ്ങോട്ട് തല്ലി അല്ലെങ്കിൽ അങ്ങോട്ട് അല്ല, പ്രൊവോക്ക് ചെയ്യുന്ന എല്ലാരും നമുക്ക് തല്ലാൻ പറ്റുമോ? ഫേക്കായി നിക്കാത്തത് കൊണ്ടാണ്. നിക്കാത്തവരൊക്കെ ഒരാളെ അടിച്ച് ജോ പൊളിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, താങ്കള് ഒരു ഈവനിങ് ഒരു 10-11 മണിക്ക് താങ്കൾ ഒരു ബസ് സ്റ്റോപ്പിൽ എന്തോ ഒരു വണ്ടി ആവശ്യത്തിന് നിൽക്കുകയാണ്. ഒരാൾ അവിടെ വന്നു. അപ്പൊ അയാൾ ആദ്യം താങ്കളുടെ അടുത്ത് സംസാരിക്കുന്നു, നിങ്ങൾ അയാളായിട്ട് സംസാരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അയാൾ താങ്കളുടെ താടിയിൽ പിടിച്ചിങ്ങനെ ആക്കി. ഓക്കെ, അപ്പൊ താങ്കൾ പറഞ്ഞു താങ്കൾ ഇനി എന്നെ തൊട്ട് കഴിഞ്ഞാല് ഞാൻ താങ്കളെ തല്ലൂന്ന് താങ്കൾ പറഞ്ഞു. തല്ലുമെന്നാണ് പറഞ്ഞത്, തല്ലൂലെന്നല്ല പറഞ്ഞത്, തല്ലും തന്നെയാണ് പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യണം, മര്യാദയ്ക്ക് തൊടരുത്. അയാൾ തൊട്ട് കഴിഞ്ഞാല് താങ്കൾ തല്ലി, അല്ലെ താങ്കൾ തല്ലാതിരിക്കും. റിയാലിറ്റിയിൽ താങ്കൾ തല്ലാതിരിക്കും. ദാറ്റ് ഈസ് എ റിയാലിറ്റി, ദിസ് ഈസ് എ ഷോ. അപ്പൊ ഞാൻ റിയാലിറ്റി ഷോ ആണ്. അവിടെ പോയി ഷോ എന്ന് പറയുന്നത് ഫേക്കായി നിക്കലല്ല, ഒറിജിനലായി നിക്കുന്നതാണ് ഷോ. റിപ്പീറ്റ്ലി പറയുന്നുണ്ട് തൊടരുത് തൊടരുത്. അതാ then after he is touching ഒരു വട്ടമല്ല രണ്ട് വട്ടം. അത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ ഒരു ആത്മാഭിമാനം, ഇജ്ജത്ത് ഉണ്ടല്ലോ, ഹമേ തോ കുത്താ നഹിയേനാ, तो कुत्ता है तो कुत्ता का इज्जत है, हम तो शेर है तो शेर का इज्जत है. നമ്മള് മനുഷ്യന് മൃഗങ്ങൾ എന്ന് പറയുമല്ലോ, മനുഷ്യനിൽ കുറെ. ഇപ്പൊ റോക്കിനോട് ചോദിച്ച ഒരു കാര്യമില്ലേ, അതായത് രാത്രി 11 മണിക്ക് നിൽക്കുമ്പോൾ അതും ഈ ഷോയിൽ, അതായത് പ്രസ്റ്റീജിയസ് ഷോയും ഞാനും, അതൊരു കമ്പാരിസൺ പോലെ ഒരു ഫൂളിഷ്നെസ് ആണ്. കാരണം ഒരു ലേഡി രാത്രി 11 മണിക്ക് ഒരു അപരിചിതൻ വന്നാണ് എന്റെ താടിയിൽ തൊടുന്നത്, ഒരു സ്ത്രീയായ എന്നെ. പക്ഷേ താങ്കളെ സംബന്ധിച്ചിടത്തോളം പരിചയമുള്ള ആളാണെങ്കിൽ ഒരാൾ എന്നെ തോണ്ടി അല്ലെങ്കിൽ എന്റെ പരിചയമുള്ള ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സ്ത്രീ എന്ന നിലയിൽ അബ്യൂസിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പ്രതികരിക്കാം. ബട്ട് അവിടെ അവിടെ എങ്ങനെയാണ് നിങ്ങൾ അബ്യൂസ്ഡ് ആയത്? നിങ്ങൾ അവിടെ മുഴുവനും കാണുന്നത്. റോക്കി എന്ന വ്യക്തി അവിടെ ആ ഷോയിൽ ഈ പറഞ്ഞ 1 to 16 days ആൾക്കാർ, അതായത് ഈ അപ്സരയുടെ ഫ്രണ്ടിലായാലും റസ്മിന്റെ മുമ്പിലായാലും ജാസ്മിനെ മാത്രമാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഒപ്പോസ് ചെയ്ത് നിങ്ങളെ അത്രയും കട്ടക്ക് നിന്നൊരു വ്യക്തി. കാരണം ബാക്കി എല്ലാ പെണ്ണുങ്ങൾ എടുക്കുന്നത് തല്ലടി തല്ല്, നീ ആരടി, അല്ലെ തന്നെ ഒരു സ്ത്രീയെ നിങ്ങൾ അല്ലെ പുരുഷന് സ്ത്രീ എടിന്ന് ഇങ്ങനെ ഇത്രയും അഡമന്റ് ആയിട്ട് ഒരു ഷോയിൽ കയറുന്ന വിളിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ താങ്കളെന്ന് വിളിക്കാൻ റൈറ്റ് ഇല്ല. ബിക്കോസ്
കോമൺ അതാണ് Commonly നമ്മള് Commonly friend ആണെങ്കിലും എടാ okay. വിളിക്കുള്ളൂ. Friend ആ, ആണെങ്കിലും എടാ എടോന്ന് വിളിക്കാം. നമ്മളെ എടീന്ന് വിളിക്കും. എടി നമ്മളെ കോമൺലി വിളിക്കുന്നത്. അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണ്. നിങ്ങൾ ആരും അവിടെ ഫ്രണ്ട്ഷിപ്പിൽ എടി ചക്കരേന്ന് വിളിച്ചിട്ടില്ല. എടി അത് വഴക്കൂടുമ്പോ ഇവിടെ ഫ്രണ്ട്ഷിപ്പ്. സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. പക്ഷെ പുരുഷന്മാർക്കും പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒന്ന് പ്രതികരിക്കാൻ ഒരു ഇതില്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞാൽ അർദ്ധസമയം അല്ലെങ്കിൽ അർദ്ധരാത്രി സമയത്തല്ല പറയുന്നത്. ഇവിടെ എവിടെയാണോ പ്രൊവോക്ക് ഇദ്ദേഹം തന്നെ പറയുന്നു കളിച്ചാലേ ഗെയിം ആകത്തുള്ളൂ എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ നല്ല ഗെയിമർ എന്ന് പറയത്തുള്ളൂ. ആ പറയൂ, എന്താ ഇതാണ് അവിടെ. ഇത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. ഇതാണ് നിങ്ങൾ മനസ്സിലായോ? ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ സംസാരിക്കുമ്പോഴത്തേക്ക് റോക്കി ഇല്ല നമ്മൾ അവിടെ അല്ല ഇങ്ങനെ സംസാരിച്ചാലേ അവിടെ വോയിസ് ഉള്ളൂ. അടിക്കുകയെന്നാണോ നിങ്ങൾ അവിടെ വോയിസ് ഉള്ളൂ. നമുക്ക് പ്രകടിപ്പിക്കണം എന്തെങ്കിലും ഒരാളുടെ ദേഹോദ്രം ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടനയിൽ ആർക്കും അധികാരമില്ല. നമ്മുടെ ഭരണഘടനയിൽ അവകാശമില്ല. എസ്പെഷ്യലി ഒരു ഷോയില് അനുവാദമില്ലാതെ ഒരാളുടെ ശരീരത്തെ സ്പർശിക്കാൻ ഒരാൾക്ക് അവകാശമില്ല. അവകാശമില്ലെന്ന് പറഞ്ഞാൽ തല്ലുവോ? നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ബിഗ് ബോസിന് നിങ്ങൾക്ക് പരാതി ചെയ്യാമായിരുന്നു. ബിഗ് ബോസിന് എവിടെ പരാതി ചെയ്യാമായിരുന്നു? അവിടെ അതോറിറ്റീസ് ഇല്ല. ഇല്ലല്ല അങ്ങനെ ഞാൻ പൂച്ച മാന്തി പട്ടി മാന്തി സ്വയം മാന്തി പറയുന്നു. പിന്നെ എങ്ങനെ അയാൾ പരാതി കൊടുത്തത്? സ്വയം മാന്തിട്ട് എന്ന് പരാതി കൊടുത്തു. അതാണ് പോയിന്റ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തർക്കിക്കാനാണോ പ്രൊവോക്ക് ചെയ്യാനാണോ എങ്കിൽ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രൊവോക്ക് ആവില്ല. ഞങ്ങളുടെ ആളെയല്ല. എന്റെ ലൈഫിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ്. ഞാൻ പണ്ടേ നല്ല മെച്ചൂരിറ്റിയാ. പണ്ടേ മെച്ചൂർ ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സിജോയെ അടിച്ച് ജോ പൊട്ടിക്കാൻ പറ്റിയത്? അത് ജോ പൊട്ടിക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതെന്റെ ഇസ്സത്താണ്. ഹം തോ കുത്താ നഹീ ഹൈ നാ. മലയാളത്തിൽ പറയണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. ഞാൻ പറഞ്ഞുതരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വളർന്ന രീതി, നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കിയത്, ഇതെല്ലാം ഒരു മനുഷ്യന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ റോക്കി പറയുന്ന സാഹചര്യം വെച്ച് താങ്കൾക്ക് ബുഗാട്ടി ഉണ്ട്, താങ്കൾക്ക് BMW ഉണ്ട്, താങ്കൾ ചെറുപ്പം തൊട്ടേ ഭയങ്കര റിച്ച് ആയിട്ട് വളർന്ന ആളാണ് അല്ലെ? ചെറുപ്പത്തിൽ ഞാൻ അവിടെ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടൊക്കെ കൊണ്ടിടോ, ഭയങ്കര കഷ്ടപ്പെട്ട് ഭയങ്കര എന്തോ പറയാൻ എന്റെ കഷ്ടപ്പാട് പിന്നെ പറയാനാണോ വിചാരിച്ചത്? ഞാൻ ആദ്യം വിചാരിച്ചത് ശരി ഒരു ഇൻസ്പിറേഷൻ പറയാം, അത് കഴിഞ്ഞിട്ട് കഷ്ടപ്പാട് പറയാം. ഇപ്പൊ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു 25 അതായിരുന്നു എന്റെ പ്ലാൻ. ആദ്യം 25, ഇത് അത് രണ്ടാമത്തെ 25, മൂന്നാമത്തെ 25 എന്ന്. പക്ഷേങ്കിൽ അതിനു മുമ്പാണ് ഇത് സംഭവിച്ചു പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മെന്റലി ഫിസിക്കലി ഒക്കെ ഒരുപാട് ഡൗൺ ആയ കാര്യം എന്നെ പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. മനസ്സിലായി? എന്റെ ഇപ്പൊ എന്നെ അറിയാവുന്നവരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും ഒരു വേദനിക്കുന്ന കോടീശ്വരനാണോ? അങ്ങനെ അങ്ങനെ വേദനിക്കുന്ന കോടീശ്വരൻ അങ്ങനെ നിങ്ങൾ പക്ഷെ ബിഗ് ബോസിൽ പറഞ്ഞ ഒരു സെനാരിയോ വെച്ചിട്ട് യു ആർ എ റിച്ച് ഗൈ ആണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നിങ്ങളുടെ ഈ സന്തോഷമേ ഉള്ളൂ. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഒരു വേദനിക്കുന്ന കോടീശ്വരനാണോ, ഒരു ശങ്കർദാസ് ആണോ എന്ന് ചോദിച്ചത്. വേദനിക്കുന്ന വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒരു വേദന ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ കപ്പ് 110% ഈ കപ്പും കൊണ്ട് ഞാൻ വരോളായിരുന്നു. അത് എനിക്ക് അതിന്റെ കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസ്. അതാണ് ആക്സിഡന്റ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്, ആക്സിഡന്റ് സംഭവിച്ചതാ. ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ റോക്കി അടിച്ചിട്ട് ഞാൻ ഇവിടെ അതായത് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഒരാളടുത്ത് നമ്മൾ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്, കരാട്ടെ പഠിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. സെൽഫ് ഡിഫൻസിന് അവിടെ ആരും റോക്കി എല്ലാരും കണ്ടോണ്ടിരുന്ന ജോയാണ്. താങ്കളെ ആരാണ് അവിടെ കുത്തിക്കേറി പിടിച്ചോ? ഞാൻ പറഞ്ഞുതരാം, ഓട്ടോ റിഫ്ലക്ഷൻ എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. നിങ്ങൾ കാര്യങ്ങളൊക്കെ ചുമ്മാ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. നിങ്ങൾ അവിടെ സൈലന്റ് ആയിട്ടിരിക്കുക. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അത് ഞാൻ ഇപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്ന പോലെ സത്യസന്ധമായിട്ട് പറയാം. ഞാൻ ഇപ്പൊ ഈ കേരളത്തിലുള്ള ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഞാൻ പറയാം, ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ അത് എന്തിന് ചെയ്തു? മനഃപൂർവ്വം ചെയ്തതെന്ന് സ്റ്റേറ്റ്മെന്റ് റോക്കി പറഞ്ഞു. പക്ഷെ അപ്പോഴും റോക്കി ഒരു റീൽ വന്നിട്ട് പറയുന്നുണ്ട്, സിജോയ്ക്ക് വേണമെങ്കിൽ, നാട്ടുകാർക്ക് വേണമെങ്കിൽ, ഞാൻ വേണമെങ്കിൽ മാപ്പ് പറയാം. അവിടെ പോലും താങ്കൾക്ക് അതിൽ ഒരു യാതൊരു റിഗ്രറ്റ്സും ഇല്ല. അത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാതെ സംഭവിച്ച ഒരു കാര്യത്തിന് അറിയാതെ ഒരാളുടെ കറക്റ്റ് ഇടി നോക്കി പൊട്ടിച്ച് കവാലക്കുറ്റി നോക്കി അടിക്കണം. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് അവിടെ ആ സ്റ്റേറ്റ്മെന്റ് പൊളിയാട്ടോ, കവാലക്കുറ്റി നോക്കി അടിക്കുന്നു. സീരിയസ് ആയിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു ഇരിക്കേണ്ടത്. ഞാൻ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഞാൻ അങ്ങനെ അല്ലായിരിക്കും. അറിയാതെ നിങ്ങളെ ഇടിപ്പിച്ചതാണോ? അങ്ങനെയാണോ പറയുന്നത്? സീരിയസ്ലി നിങ്ങൾ അത് ആ ഫയലിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഫയലാണ് ഞാൻ എന്റെ കൈ രണ്ടും ബാക്കിൽ കെട്ടി വെച്ചിട്ട് ഞാൻ അത് ഞാൻ ഇങ്ങനെ കൈ വെക്കും.
അങ്ങോട്ട് പോയി തൊട്ടിട്ടുണ്ടാ ബ്രോ? ഞാൻ ആരുടെയെങ്കിലും ശരീരത്തിൽ പോയി തൊട്ടിട്ടുണ്ടോ? തുമ്പ് വരെ ഉള്ളൂ. പക്ഷേ തുമ്പും കടന്നു പോയി. ശാന്തമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് ആക്ച്വലി റോക്കി ബിഗ് ബോസ് പുറത്തായത്? ബിഗ് ബോസിന് പുറത്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എല്ലാത്തിലും അല്ലെ. അവരെ റൂൾ ഞാൻ വയലേറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ പുറത്തായി. അത് മാത്രമാണ്, അത്ര മാത്രമേ ഉള്ളൂ. അവരെ റൂളിന്റെ ഫസ്റ്റ് റൂളാണ് ആരെയും അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യലോ റൂളാണ്. സമ്മതിച്ചു. ഞാൻ അറിയാതെയാണ് ചെയ്തത്. ഞാൻ അറിയാതെയാണോ ചെയ്തത്? ഞാൻ അറിയാതെ ചെയ്തത്, ഞാൻ മനഃപൂർവ്വം അല്ല ചെയ്തത്. ഒരിക്കലും ഞാൻ മനഃപൂർവ്വം അല്ല ചെയ്തത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 100 ദിവസത്തെ ഡ്രസ്സിങ് കൊണ്ടാണ് ഞാൻ പോകുന്നത് അവിടെ, 100 days. ഞാൻ എല്ലാ ദിവസവും രാവിലെ, എനിക്കൊന്നും അവിടെ ടൈമും കോപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കൊന്നും 3 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ ഉറക്കം എണീക്കുന്നത്. അവിടെ ഇരുന്ന് വെളുപ്പിച്ചിട്ടാണ് ഞാൻ രാവിലെ എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ടാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. A to Z ആയിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പറയാതെ വയ്യാന്ന് പറയുന്ന സെഗ്മെന്റ് ആണ്. ബിഗ് ബോസ് പോലെ അത്യുഗ്രം പ്ലാറ്റ്ഫോം കിട്ടിയിട്ടും അത് നശിപ്പിച്ചതിൽ വല്ലാത്ത നിരാശയുണ്ടോ? ഉണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അത് കീപ്പ് ചെയ്യാൻ പറ്റാതിരുന്നത്? മനുഷ്യനായതുകൊണ്ട്. മനുഷ്യന്മാരെല്ലാവരും ഇങ്ങനെ ഉപദ്രവിച്ച് ഇപ്പൊ തന്നെ താങ്കൾ സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞു, മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും പിന്നെ എന്തുവാ, മനുഷ്യൻ എപ്പോഴാണ് എന്താണ് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത് ഒന്നും നമുക്കറിയാം. താങ്കൾ തന്നെ പറഞ്ഞു കപ്പ് മേടിച്ച് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്ത് 100 ദിവസം ഡ്രസ്സുമായിട്ടാണ് താങ്കൾ അങ്ങോട്ട് പോയതെന്ന്. അപ്പൊ ആ താങ്കൾ മൈൻഡിൽ അത് പ്രിപ്പയർഡ് ആയിരുന്നില്ലേ? 100% പ്രിപ്പയർഡ്. ഫെയ്ത്തോ? ഒരാളെ അടിച്ചിട്ടതിന് അങ്ങോട്ട് കയറി അടിച്ചിട്ട് ഫെയ്ത്ത് എന്നാണോ പറയുന്നത്? ഇങ്ങോട്ട് കയറി തൊട്ടേ കൊണ്ട് ആക്സിഡൻസ് വണ്ടി തൊട്ടില്ലായിരുന്നെങ്കിൽ അതാ എന്നെ തൊട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യത്തില്ലെന്ന് ഉറപ്പാണത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കരിയറില് ഏറ്റവും മികച്ച അവസരം കിട്ടിയതാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്? അല്ല, ഏറ്റവും മികച്ച അവസരം അപ്പൊ അല്ല, ബിഗ് ബോസ് അല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞു. എന്റെ ഒരു ഗോളിലൂടെ, അതായത് നമുക്ക് ശരി, ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യം അത് ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെ നിങ്ങൾ അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ദുഷ്പേരോട് പുറത്താക്കപ്പെട്ടു. അതിന് കാരണക്കാരനായ സിജോയോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? സിജോയോട് ദേഷ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ സത്യം പറയണോ കള്ളം പറയണോ? സത്യസന്ധമായി പറയൂ, കള്ളം പറയണ്ട. പൊതുവെ നിങ്ങൾ കള്ളങ്ങൾ പറയുന്നു, പൊങ്ങച്ചം പറയുന്നു എന്നൊരു പേര് ദോഷം നിങ്ങൾക്ക്. ഞാൻ എന്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് പിന്നെ ഈ പൊങ്ങച്ചൊന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലടോ. ഞാൻ ഒരു വെറും ഒരു 0.1% പറഞ്ഞിട്ടുള്ളൂ. അല്ലല്ല, അത് വേണ്ട, അത് വിട്ടോളാം. അല്ല, ഇങ്ങനത്തെ ചോദ്യം ഒരാൾ വിളിച്ചിരുത്തി ചോദിക്കുന്നത് നമ്മളോട് പറയാമെങ്കിൽ, നമ്മളോട് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ ഉറപ്പായിട്ട് ചോദിക്കും. ഞാൻ മോശപ്പെട്ട ഒരു വാക്ക് ഇവിടെ ചോദിച്ചിട്ടില്ല. ഞാൻ ഒരു മോശം വാക്ക് ചോദിച്ചിട്ടില്ല. പ്രതികരണശേഷിയുള്ള ആ ഈ ഒരു മനുഷ്യനാണ്. പ്രതികരണശേഷി ഞാൻ പേടിച്ചാണ് ഇരിക്കുന്നത്. ഒരു ക്യാപ്റ്റൻ ഇരിക്കുന്നത് നല്ല പ്രതികരണശേഷി ഉണ്ടെന്ന് അറിയാൻ എനിക്ക്. ഞാൻ ശരിക്കും പേടിച്ചേ ഇരിക്കുന്നത്. ഒരു ചെവി പൊത്തി തന്നെ ഞാൻ ഇവിടെ ഓരോ മൊമെന്റ് ചോദ്യങ്ങൾ ചോദിക്കും. പേടിച്ചേ ഇരിക്കണേ. ഓക്കെ, ഞാൻ നിങ്ങൾ നിൽക്കൂ, ഞാനൊരു സെഗ്മെന്റ് ചെയ്യുമല്ലേ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ബിഗ് ബോസ് എന്ന ഷോയുമായി ബന്ധപ്പെട്ട സിബിൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ശക്തമായ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അതെന്താണ്? അത് ആക്ച്വലി എനിക്കത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയല്ലോ. ഞാൻ ഇറങ്ങിയിട്ട് ഈ പുറത്തുള്ള എനിക്ക് ഇത്ര സപ്പോർട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട്, കുറേ ആൾക്കാരുടെ മോനെ അങ്ങനെ എന്തിനാണ് നീ ചെയ്തത്, നമ്മളെല്ലാവരും നിന്നെ ഇഷ്ടം. നിങ്ങൾക്ക് സത്യം നെഞ്ചി കൈ വെച്ച് പറയാൻ പറ്റുമോ? മീൻസ് ഞാൻ ആ ഷോയിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ പ്രേക്ഷകരും എന്റർടൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? 100% എന്റർടൈൻ ചെയ്തിട്ടുണ്ട്. ആരെ അടിക്കത്തില്ല. അപ്പൊ നിങ്ങൾ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് മേക്കാൻ ഒരു ഇമ്പാക്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെയാ നിൽക്കുന്നത്. ഒരു പ്രത്യേകത ഉണ്ട്, എന്നറിയാമോ? സീസൺ 6 ആൾക്കാരെല്ലാം നല്ല അഗ്രഷൻ ലെവലുള്ള ഒരുപാട് വന്ന ഒരു നോർമൽ അല്ല, ഫേക്കായി നിക്കാത്തത് കൊണ്ടാണല്ലോ. അതായത് നമ്മുടെ ഒരു വൃന്ദ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫേക്കായി നിൽക്കാത്തവരെല്ലാവരും ആൾക്കാരെ അടിക്കുമെന്നാണ്. ശരി, പുതിയൊരു ചോദ്യം ചോദിക്കട്ടെ. മലയാള ബിഗ് ബോസ് സീസൺ 6 കപ്പ് അർഹതയുള്ള കരങ്ങളിലേക്കാണ് എത്തിച്ചേർന്നെന്ന് വിശ്വസിക്കുന്നു. Why? I'm really disappointed. You are disappointed. Yeah, really disappointed. ആരെയാണ് കപ്പ് ഡിസേർവ് ചെയ്യുന്നതെന്ന് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് എന്താ മാനഹാനിപ്പെട്ട്, വേദനപ്പെട്ട്, വെക്കപ്പെട്ട്, അപമാനപ്പെട്ട് ഓരോ ദിവസവും പല രീതിയിലുള്ള മൈൻഡ് ഇട്ട് കളിച്ച്
അവിടെ കോൺട്രവേഴ്സി ഉണ്ടാക്കി ഈ ഷോയ, അതായത് റോക്കി പോയതിന് ശേഷം ഈ ഷോ കൊണ്ടുപോയത് ഒരേ ഒരാളുണ്ടെങ്കിൽ അത് ജാസ്മിൻ മാത്രമാണ്. ഞാൻ അംഗീകരിക്കും. ഓക്കെ, സോ ജാസ്മിന് മിനിമം നിങ്ങൾ ഫസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾക്ക് ജാസ്മിൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ ജാസ്മിനെ തടഞ്ഞത്? കാര്യം ആ ഷോയില് എനിക്കത് അറിഞ്ഞൂടെ, എനിക്ക് അത് ആലോചിച്ചിട്ട് പിടിയിട്ടെ. കാര്യം എനിക്ക് തോന്നുന്നു ജാസ്മിൻ സെക്കൻഡ് വരുമായിരുന്നു ഉറപ്പായിട്ടും, പക്ഷെ എങ്കിലും ഞാൻ ഫസ്റ്റ് കിട്ടിയ ആളിനെ ഒട്ടും അംഗീകരിക്കുന്നില്ല കേട്ടോ. അത് ജിൻഡോയ്ക്ക് കഴിവില്ലെന്നാണോ പറയുന്നത്? ജിൻഡോ ഭാഗ്യത്തിന്റെ പേരിൽ അതോ വോട്ടിന്റെ പേരിൽ മാത്രം കിട്ടിയതാണോ വിശ്വസിക്കുന്നത്? ഞാൻ കണ്ട 16 ദിവസത്തെ ജിൻഡോ എങ്ങനെ കപ്പെടുത്തുന്നത് എനിക്ക് ഊഹിക്കാനേ പറ്റുന്നില്ല. കാര്യം ഞാൻ ആദ്യം ഞാൻ നോമിനേറ്റ് ചെയ്ത ആള് ജിൻഡോയാണ്. ജിൻഡോ വഴിതെറ്റി വന്ന ഒരാളിനെ പോലെയാണ് എനിക്ക് അവിടെ തോന്നിയത്. പബ്ബപ്പാട്ട് പരക്കം പായുന്ന ഒരാൾ ജിൻഡോയ്ക്ക് ഒന്ന്. പക്ഷേങ്കിൽ എനിക്ക് പിന്നെ ഉള്ള പിന്നെ എനിക്ക് എന്തൊക്കെയോ നിഗൂഢതകളുണ്ടോ, എന്തൊക്കെയോ നിഗൂഢതകൾ ജിൻഡോ കപ്പടിച്ചതിൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നു. അതർവൈസ് എന്തുവാ പറയാൻ, ഒരു സംതിങ് ഫിഷ് അല്ലെങ്കിൽ നമുക്ക് അതായത് ഇപ്പം മോഹൻലാൽ പറഞ്ഞതുപോലെ ഇത് സമൂഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചിട്ട് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഒരു മനുഷ്യൻ അതിനെ എടുത്തിട്ട് ആ ബെസ്റ്റ് മനുഷ്യന് ബിഗ് ബോസിന്റെ കപ്പ് കൊടുക്കാന്ന് എനിക്ക് തോന്നുന്നു. കമ്പാരിസൺ ഉണ്ടല്ലോ, അതായത് ബിഗ് ബോസിന് ഇതിന് മുമ്പ് കപ്പ് മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഇത്രയും നാള് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കപ്പ് പഠിച്ച ആളെ നമുക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് ഞാൻ ജാസ്മിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ജിൻഡോയ്ക്ക് അല്ല, ജിൻഡോ ഞാൻ ചോദിക്കുന്ന റോക്കിയോട് ചോദിച്ച ചോദ്യത്തിന്റെ ബദലാണ്. ഞാൻ ജാസ്മിനെ മോശമായിട്ട് പറഞ്ഞില്ല. ഞാൻ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു ഇവിടെ ജാസ്മിനെ മോശമായിട്ട്? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. കിരൺ എന്നാണ് പറഞ്ഞത്. ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്റെ തൊട്ട്. ഞാൻ ചോദിക്കുന്നത് ജിൻഡോയുടെ ആഗ്രഹം. നല്ല ചോദ്യങ്ങൾ ചോദിക്കൂ, നിങ്ങൾ ആലോചിച്ച ചോദ്യങ്ങൾ ചോദിക്കൂ. ചോദ്യങ്ങൾ ചോദിക്കും. കമ്പാരിസൺ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അഖിൽമാരാനും ജിൻഡോ അത് രണ്ട് എന്റിറ്റീസ് അല്ലേ? അവർ രണ്ട് രീതിയിൽ ഇരിക്കുന്നവർ. അവർ രണ്ടുപേരും ഒറ്റ. ജിൻഡോ ഒരു ബെസ്റ്റ് ഗെയിമറായിട്ടാണ് ജനങ്ങൾ വാഴ്ത്തപ്പെട്ടത്. അതുപോലെ തന്നെ ദിൽഷ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സാബുമോൻ, ഇവർ ഇത്രയും പേരെയും നിങ്ങൾ ജിൻഡോയായിട്ട് നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്യും? ആരാണ് ജിൻഡോയായിട്ട്? ജിൻഡോയെ ആരായിട്ട്? ഇവരെ എത്രയായിട്ട്? അതായത് അഖിൽമാരാറ്, മണിക്കുട്ടൻ, പിന്നെ ദിൽഷ, സാബുമോൻ, ജിൻഡോ. ഓക്കെ, ഇതില് ബാക്കിയുള്ള 4 പേര്, ഈ 4 പേരാ കാറ്റഗറിയിൽ ജിൻഡോയെ പെടുത്താൻ പറ്റുമോ? അത് അയാളൊരു ഗെയിമർ അല്ലേ? എന്ത് ഗെയിമർ? അവിടെ ഗെയിം കളിച്ച് ജയിച്ചൊരു മനുഷ്യൻ. ഫിസിക്കൽ ഗെയിം ഒരുപാട് അയാൾ ജയിച്ചല്ലോ. ഫിസിക്കൽ ഗെയിം ജയിച്ചെന്ന് അയാൾ ഇച്ചിരി സംസാരം ഇച്ചിരി ആദ്യം കുറവായിരുന്നു എന്ന് ശരിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് നിഷേധിക്കും. ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ജിൻഡോ കപ്പടിച്ചാൽ അതെനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. കൂർമ്മ ബുദ്ധി, കുരുട്ട് ബുദ്ധി, ഇതൊന്നും ഇല്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാന്ന് പറയാൻ തോന്നുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റിൽ പോയടോ കാര്യം കള്ളം പറയുക മറ്റുള്ള ആളുടെ മേലെ അടിസ്ഥാന. ഞാൻ നിന്നെ കള്ളം പറയണം? ഞാൻ പറഞ്ഞ ഒരു കള്ളം നിങ്ങൾ കാണിച്ച വാട്ടർ ബോട്ടിൽ വിറ്റു ആണല്ലോ ഒരു ഉണ്ടല്ലോ. അല്ല, അങ്ങനെയാണ് ജനങ്ങൾ അറിഞ്ഞത്. ഈ പറയുന്ന വാട്ടർ ബോട്ടിലൊക്കെ എന്തുവാണോ നിങ്ങൾ ഈ ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന? ശരി, നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. മുന്നേ പലരും ചെയ്ത ഫിസിക്കൽ അസോൾട്ട് പോലെ മാത്രമേ തന്റേതും കണക്കാക്കാൻ പറ്റുമെന്ന് അത്ര നിസ്സാരമായിട്ട് റോക്കിക്ക് അതിനെ ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പൊ താൻ ചെയ്ത പ്രവൃത്തി ഒരിക്കലും. അപ്പൊ പിന്നെ അതൊരു ഫിസിക്കൽ അസോൾട്ട് അല്ലേ? അബദ്ധം പറ്റിയതാണല്ലോ നേരത്തെ പറഞ്ഞത്. അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നു സീസൺ 13 ഹിന്ദിയിൽ അഭിഷേക് ഒരു ആടി എന്തോ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് സോ ഒരുപാട് പ്രോബ്ലം അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് അടിയും വഴക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് തമിഴ് സീസണിലൊക്കെ വലിയ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് സംരക്ഷണം ചെയ്യാണ്ട് അത് ആ രീതിയിലൊക്കെ കൊണ്ടുപോകും. പക്ഷെ ഇത് ഈ അടി ഡയറക്റ്റ് ആയിട്ട് എടുത്ത് സംരക്ഷണം ചെയ്യുകയും അപ്പം അതുവഴി തന്നെ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാവുകയും ആ പ്രോബ്ലംസിലെല്ലാം തന്നെ ഞാൻ അറിഞ്ഞോ അറിയാതെയൊക്കെ അതിൽ ചെന്നപ്പെടുകയും അതുകൊണ്ട് തന്നെ എനിക്ക് ഫൈനലിൽ പോലും എനിക്ക് വരാൻ പറ്റാതെ ഇത്രയും ഒരു വലിയൊരു കോൺട്രവേഴ്സിയിലൂടെ എനിക്കത് നഷ്ടപ്പെട്ടത് പലതും. ഇപ്പൊ ഇടിയിലൂടെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് ഞാനാണ്. ഓക്കെ, പക്ഷെ ഇപ്പൊ റോക്കി പറഞ്ഞാൽ താനാണ് ഇതിന്റെയൊക്കെ ഒരു എന്താ പറയുന്നത് രക്തസാക്ഷി എന്ന രീതിയിലാണ് റോക്കി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ബാക്കി രക്തസാക്ഷി എന്ന സെൻസ് അതിനെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഒരു മലയാളം വ്യാകരണം പറഞ്ഞതേ ഉള്ളൂ. രക്തസാക്ഷി വേറെ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ജാസ്മിൻ ജിൻഡോനെ അടിക്കുന്ന ഒരു സീൻ നമ്മളെല്ലാരും കണ്ടു. അതെ, അതിലൊന്നും എന്നിട്ട് ജിൻഡോയുടെ പല്ല് പൊട്ടിയോ? പല്ല് പൊട്ടണ്ട,
കാല് പറഞ്ഞോ തന്നെയല്ലേ എന്തെങ്കിലും പറ്റിയോ ജിൻഡോയ്ക്ക് ഇപ്പൊ ആ അടി കുറച്ച് സ്ട്രോങ് ആയിട്ട് കൈ ചുമ്മാ വേറെ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ഒരുമാതിരി ഫോഴ്സ് നോക്കൂ നിങ്ങൾ ഈ അടിയുടെ പവർ പല്ല് പോകുന്നത് തന്നെയാണോ അടി എനിക്ക് ചോദിക്കാനുള്ളത് ഫോഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പവർ കൂടിയത് റോക്കിയുടെ അടിയല്ലേ ഒരു സീസണിൽ നമ്മൾ ഇപ്പോഴും ഓഗസ്റ്റ് 1-ാം തീയതി അടുത്ത സർജറിയാണെന്ന് സിജോ പറഞ്ഞിരിക്കുന്നത്. അയാളുടെ കല്യാണം പോലും മുടങ്ങി, അയാളുടെ ജീവിതം ഇല്ലാതെ എന്നൊക്കെയാ പറയുന്നത്. ഇല്ലാത്ത കാര്യം എന്ന് പറയണ അവൻ കല്യാണം എനിക്കോ നിങ്ങൾ പറയാൻ കേട്ട് കഴിഞ്ഞാൽ എന്നെ മൊത്തത്തിൽ ഞാനല്ല പറഞ്ഞ സിജോ ഇന്റർവ്യൂല് പറഞ്ഞതാണ്, സിജോ പറഞ്ഞതാണ്. അതിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. കല്യാണം മുടങ്ങിയത് നിങ്ങൾ കാരണം അതിൽ ഫിസിക്കലായിട്ട് ഡാമേജ് ആയ മനുഷ്യനാണ് അയാൾ. എന്തൊരു സുന്ദരനാണ് അതിനകത്ത് വരുമ്പോഴത്തേക്ക്. എന്റെ ആരുമല്ല സിജോ, എങ്കിലും ഞാൻ പറയട്ടെ, അയാൾ വന്നൊരു തിരിച്ചു വന്നൊരു കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിജോ തിരിച്ചു വരുമ്പോഴുണ്ടായിരുന്ന ഒരു കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടെപ്പോഴും നമ്മള് അല്ല പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ് പ്രൊവോക്ക് സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ആളും തരം നോക്കാൻ പറ്റാൻ ഇത് വേറെ മത്സരമല്ല, റിയാലിറ്റി ഷോ ആണ്. അടിച്ച് ഓക്കെ ജിൻഡോ ആദ്യം വേറെ കൈനെ പിടിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ജിൻഡോ പോയി വെളിയിൽ പോയി കിടന്ന്. എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല ബ്രോ. എനിക്ക് ഞാൻ എന്നെ ആരും ഇങ്ങനെ ഈ രീതിയിൽ അപമാനിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരീരത്തെ തൊടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല അത് തൊടേണ്ട രീതി ഉണ്ടല്ലേ. പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇയാളെ തല്ലിയപ്പോ സിജോ പ്രൊവോക്ഡ് ആയില്ലേ? അപ്പൊ സിജോ തിരിച്ചു തല്ലില്ലല്ലോ. അത് അയാളുടെ കൾച്ചറാണോ, അയാളുടെ ക്ഷമയാണോ? താങ്കളുടെ തല അതാണ് പറയുക, തല ഉയർത്തിപ്പിടിച്ച് നടക്കുക അല്ലെ. താങ്കളുടെ അഭിമാനമാണ് താങ്കളുടെ തല അല്ലെ. അതുപോലെ എന്റെ അഭിമാനമാണ് എന്റെ താടി. എന്റെ ഈ താടിയിൽ പിടിച്ച് ഇങ്ങനെ ആക്കുവാന്ന് പറഞ്ഞാൽ പഴയ നമ്മളെ ഈ ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടത്തില് നമ്മൾ അതായത് ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മീശയിൽ പിടിച്ച് വലിക്കുകയും താടി രോമത്തിൽ പിടിച്ച് വലിക്കുകയും മുടി പിടിച്ച് വലിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അതായത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്യുന്നതിന് ഇപ്പൊ എന്നെ സത്യം പറഞ്ഞാൽ അവൻ ഒരു അടി അടിച്ചെങ്കിൽ പോലും എനിക്ക് അത്രയും ഫീൽ ചെയ്യില്ലായിരുന്നു. അവൻ എന്നെ ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്കും താടിയിൽ പിടിച്ചപ്പോഴും അതെനിക്ക് എനിക്ക് അത്രയും ഇൻസൾട്ടിങ് എൻ്റെ ഉള്ളിൽ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കൺട്രോൾ പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്നിട്ടും ഞാൻ പറഞ്ഞു ഇനി എന്നെ തൊടല്ലോ. വീണ്ടും അവനെ ഓൺ ചെയ്തു. അതും കേൾക്കാണ്ട് അവൻ ആരും കാണാത്ത രീതിയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നൈസായിട്ട്. ഇപ്പൊ നിങ്ങൾ എന്നെ ചൈൽഡിഷ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഈ അടി അടിച്ചു കഴിഞ്ഞാൽ ഈ അടി അടിച്ചതിന് ശേഷം നിങ്ങൾ അകത്ത് പോയിരുന്ന് കരഞ്ഞല്ലോ, ഏങ്ങി കരഞ്ഞല്ലോ, മോങ്ങി കരഞ്ഞോ, അതിനെ കുറിച്ച് നിങ്ങൾ തിരിച്ച് വിഷമോ എന്റെ സങ്കടം, എന്റെ വിഷമം, നിരാശയായിരുന്നു എന്റെ വിഷമം. ഞാൻ അടിച്ച് ഞാൻ വെളിയിൽ പോയി. ഞാൻ അതിനുശേഷം അടിക്കുന്ന ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡില് ആ ഒരു അടിക്കുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എനിക്ക് യഥാർത്ഥത്തില് അത് എന്റെ കൺട്രോളിലല്ലായിരുന്നു അത്രയും സമയം. ഇപ്പൊ നിങ്ങൾ പറയുമല്ലോ ഞാൻ ഞാൻ ചെയ്തു പോയടോ. നമ്മൾ സത്യം പറഞ്ഞ റോക്കിയെ പോലെ മൈൻഡ് കൺട്രോൾ ഇല്ലാത്ത ഒരാൾക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ് സീസൺ 6. മൈൻഡ് കൺട്രോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോവോക്ഡ് ആയ എല്ലാവരും തല്ലില്ലേ നിങ്ങൾ? എനിക്ക് ചിലപ്പോ ആയിരിക്കും എനിക്ക് ഇത്ര അപമാനമൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അല്ല ചില സാഹചര്യങ്ങളിൽ ഇത്ര അപമാനം സഹിക്കാൻ പറ്റത്തില്ല. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പ്രതികരിക്കേണ്ടി വരും. പക്ഷേ ഇത്ര അപമാനം റോക്കിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണോ ഈ മൊത്തത്തില് സമൂഹത്തോടുണ്ടോ? ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. എല്ലായിടത്തും ഫ്രണ്ട്സ് ആണ്. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 10-200 ഫ്രണ്ട്സ് വരും. ഓക്കെ, റോക്കി മാൻഷൻ ആണല്ലോ പിന്നെ റോക്കിയുടെ വീടിന്റെ പേര്. ആ വീടിന് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 കുറെ പറഞ്ഞ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയ വീടാണെന്നൊക്കെ. പക്ഷെ അത് നേരത്തെ അനു ജോസഫ് എന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റി ആ വീട് തന്നെ ഹോം ടൂർ കാണിച്ചിട്ടുണ്ടല്ലോ, അതെന്താണ്? പുള്ളിക്കാരി എവിടെ നിന്ന് വന്നു ഇവിടെ? ഞാൻ വന്നല്ല, യൂട്യൂബിൽ കാണിച്ചതാണ് ഇതേ സെയിം വീട് തന്നെ, ആ വീട് തന്നെ. അപ്പം അതിന് പുള്ളിക്കാരിയുടെ പേര് പറയേണ്ട കാര്യമില്ല. ശരി, ഓക്കെ. പക്ഷെ ഞാൻ ചോദിച്ചല്ല, ഞാൻ അനു ജോസഫിനെ ഉണ്ടാക്കിയതല്ല റോക്കി. പുള്ളിക്കാരി കല്യാണം കഴിയാത്ത ഒരാളാണ്. അവര് കാണിച്ചൊരു ഭയങ്കര മോശമായി പോയി കേട്ടോ. അല്ലല്ല റോക്കി, ഞാൻ നാലാംകിട ഇന്റർവ്യൂവിന്റെ ലെവലിൽ ഞങ്ങളുടെ ഇന്റർവ്യൂ അല്ല, ഞാൻ യൂട്യൂബിൽ കാണിച്ചതാണ് പറഞ്ഞത് റോക്കി. ഞാൻ യൂട്യൂബിൽ ബ്രോ ഞാൻ ചെയ്യുന്ന നമുക്ക് വൺ ലൈഫ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് പ്രോജക്റ്റ് ആണത്. വൺ ലൈഫ് എന്ന് പറഞ്ഞ ബിസിനസ് പ്രോജക്റ്റ് ആണ്. അതൊരു വില്ല പ്രോജക്റ്റ് ആണ്. അപ്പൊ ഞാനും പുള്ളിക്കാരും പാർട്ണർഷിപ്പിലാണ് അത് ചെയ്യുന്നത്. അത് 2 പ്രോജക്റ്റ് ആണ്. അപ്പൊ ഈ 2 പ്രോജക്റ്റും കൂടെ കൊളാബ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പം ആ ലെവലിലാണ് അത് ചെയ്തിരിക്കുന്നത്, കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഫുള്ളായിട്ട് ബിൽഡ് ചെയ്തിട്ട് നമ്മൾ സെല്ല് ചെയ്യും. അതാണ് നമ്മുടെ ആ ഒരു പ്രോജക്റ്റ്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ആ സ്ഥലത്ത് നിന്ന് വീഡിയോ എടുത്തത്, ആ സ്ഥലത്ത് നിന്ന് കാണിക്കുകയും ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രോജക്റ്റ് ഇപ്പൊ ഞാൻ ഒരു സഹായം ചെയ്തു. ഈ മറുപടി പറയുന്നതിലൂടെ ആൾക്കാർ കൺവിൻസ്ഡ് ആയി. ഇത്രയും കാലം ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് അനു ജോസഫിന്റെ വീടാണോ റോക്കിയുടെ വീടാണോ എന്ന്. ബട്ട് ഇപ്പൊ ഞാനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്. ഞങ്ങളെ പോലെ നാലാംകിയുടെ ഇന്റർവ്യൂസ് ആണ് നിങ്ങൾ ഇപ്പൊ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യും.
ഓക്കെ, അപ്പം അത് അങ്ങനെ ഒരു പ്രോജക്റ്റിന്റെ പുറത്താണ് അങ്ങനെ അത് ചെയ്തത്. അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എങ്കിലും നമ്മുടെ ഒരു ഔട്ട് ഹൗസ് പോലെയൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം എല്ലാ പണിയും കഴിഞ്ഞിട്ട് അവിടെ പോകണം ആ ഒരു ലെവലിലല്ല, നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ, ഞാനത് ഗസ്റ്റ് ഹൗസ് ആയിട്ടാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. ലുലു മാളിന്റെ ഫ്രണ്ടിൽ ചെന്ന് മുണ്ടുപൊക്കി കാണിക്കുക, ഇതിനെക്കാലം ഇത് യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞ അതേ ആള് തന്നെയാണ്, അതേ നാണയത്തിൽ തന്നെയാണ് അവൻ തിരിച്ചടിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്ന് പിന്നെ ബിഗ് ബോസിനെ പോലെ ഇത്രയും മഹത്തേറിയ ഒരു ഷോ ഇല്ലാന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ പുള്ളിക്കാരൻ തന്നെ പറയണേ ബിഗ് ബോസ് ഷോയെ കുറിച്ചല്ല പുള്ളി പറയുന്നത്, അതിലെ ചില ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഷോ മോശമാണെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല, അല്ലെ കണ്ടസ്റ്റന്റ് മോശമാണെന്ന് പറഞ്ഞിട്ടില്ല.